പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇറാന്റെ 2 ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ഈ ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടതെന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അതിനു മുമ്പ് ഈ ഡ്രോണുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഡ്രോണുകൾ അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിന്റെ ചിത്രങ്ങൾ IRGCക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസ് IRGCക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും 2 ഡ്രോണുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക് അമേരിക്ക ഇറാൻ്റേത് വെടിവെച്ചിട്ടു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇന്നലെ ഒരു ഡ്രോണാണ് അങ്ങനെ നശിപ്പിക്കപ്പെട്ടത് എന്ന് വാർത്ത വന്നിരുന്നു എന്നെങ്കിലും ഇന്ന് മറ്റൊരു ഡ്രോണുകളൂടി നശിപ്പിക്കപ്പെട്ടു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. ഷാഹിദ് 139 ഡ്രോണുകളാണ് ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടതെന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണോത്സുകമായ രീതിയിൽ കപ്പലിന് നേരെ വന്ന വിമാനവാഹിനി കപ്പലിന് നേരെ വന്ന ഡ്രോണുകൾ അതിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഡ്രോണുകൾ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് F-35C ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് നശിപ്പിച്ചത് എന്നാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്ഥിരീകരണം. ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ നിന്നും ഏകദേശം 800 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ ഡ്രോണുമായി ബന്ധപ്പെട്ട നശീകരണവും ഇറാൻ അമേരിക്കയുടെ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തത്. മറ്റൊരു സംഭവം കൂടി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ പതാക വഹിച്ച ഒരു കപ്പലിനെ ഇറാന്റെ ആക്രമണ ബോട്ടുകൾ വളഞ്ഞു എന്നും അതിന് ഒരു ഡ്രോൺ അകമ്പടി ഉണ്ടായിരുന്നു എന്നും പിന്നീട് അമേരിക്കയുടെ ഡിസ്ട്രോയർ ഒക്കെ എത്തിയാണ് അതിനെ രക്ഷിച്ചതും എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരികയാണ്. എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് ചർച്ചയുടെ ഒരു ഘട്ടം നടക്കുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് അമേരിക്കയും ഇറാനും കൂടുതൽ പ്രകോപനപരമായി പെരുമാറുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് എപ്പോഴാണ് അമേരിക്ക ആക്രമിക്കുന്നത് എന്ന ഒരു സമയം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയുടെ ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് മേൽ ഇറാൻ അവരുടെ നിരീക്ഷണ ഡ്രോണുകൾ പറത്തിയത് എന്ന ഒരു വിശകലനം വരികയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരുടെ ഒക്കെ ഒരു വിശകലനം വരുന്നത്. കാരണം അമേരിക്കയും ഇറാനും ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ആക്രമിക്കുവാൻ ഇരു രാജ്യങ്ങളും പരസ്പരം തുനിയില്ല എന്ന ഒരു നിഗമനം കൂടി നടക്കുന്നുണ്ട്. കാരണം 2 രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ഒരു ആയുധ ശേഖരങ്ങളുടെ കരുത്തും ബലവും ശത്രു രാജ്യത്തിന് വ്യക്തമായി അറിയാം എന്ന നിഗമനം കൂടി നടത്തപ്പെടുകയാണ്. മറ്റൊന്ന്, അമേരിക്കയെ സംബന്ധിച്ച് കൂടുതൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ റഷ്യയുടെയും ചൈനയും കൂടുതൽ സഹായങ്ങൾ ഇറാനിൽ എത്തിയതായി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ വിമാനങ്ങളെയൊക്കെ എതിരിടുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ അവിടെ എത്തിച്ചതായുള്ള ചില നിഗമനങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം അമേരിക്ക എന്ന നിഗമനങ്ങളും വരികയാണ്. മറ്റൊന്ന്, ഇസ്രായേലും ഇപ്പോൾ ഒരു ഇറാൻ ആക്രമണത്തിന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നില്ല. കഴിഞ്ഞ 12 ദിവസത്തിൽ തകർന്ന അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, താഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾക്ക് കാരണം എന്ന രീതിയിൽ നിഗമനങ്ങൾ വരികയാണ്. കാരണം 12 ദിവസത്തെ യുദ്ധത്തിൽ വലിയ പ്രഹരം ഇസ്രായേലിന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോഴും മുക്തമായിട്ടില്ല. അതിൽ കേടുപാടുകൾ പറ്റിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും ഇപ്പോഴും പൂർണ്ണമായി തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇറാൻ അമേരിക്കയാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇറാൻ ആദ്യം ആക്രമിക്കുക ടെല്ലവീവിനെ ആയിരിക്കും. പ്രതിരോധ സംവിധാനങ്ങളൊന്നും കാര്യക്ഷമമല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഇസ്രായേലിന് വലിയ പ്രഹരമേൽക്കുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇടപെട്ട് ഇപ്പോൾ അമേരിക്ക പിന്തിരിപ്പിക്കുന്നു എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.